ചിലരൊക്കെ പറയാറുണ്ട് കേട്ടോ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ടേസ്റ്റ് ഇല്ലാന്ന്. പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ എപ്പോഴും പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ വെക്കും. അപ്പോൾ നെക്സ്റ്റത്തെ വിശേഷങ്ങൾ അവസാനിച്ചിട്ടില്ല കേട്ടോ. അവിടുന്ന് നമ്മൾ ചെമ്മീൻ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് 1 കിലോ വാങ്ങിച്ചത് 1/2 കിലോനെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു ചെമ്മീൻ റോസ്റ്റ് വെക്കാം. കുരുമുളക്, വലിയ ജീരകം, ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി ഇവ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് 3 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടാലേ വേറെ ലെവലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും മസ്റ്റ് ആയിട്ടും ഇടണം. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതും കൂടെ ചേർത്ത് കൊടുക്കണം. 1 കിലോ ചെമ്മീനുള്ളതാണ് കേട്ടോ ഈ പറയുന്നത്. ഇനിയിപ്പോൾ പാകത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വെളിച്ചെണ്ണൻ്റെ ഫ്ലേവർ കൂടുമ്പോഴാണ് കേട്ടോ ഇത് വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആകുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് വെക്കുകയാണെങ്കിൽ. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് മിക്സ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു മിക്സിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് വേവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് നല്ലപോലെ വെന്തിട്ട് അതിലോട്ട് ഈ ഒരു ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിക്കാം കേട്ടോ. 2 രീതിയിലും വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു മിക്സ് നല്ലപോലെ വേവിച്ചിട്ട് അതിൽ ചെമ്മീൻ ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടെ ഇങ്ങനെ പേസ്റ്റ് ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഉള്ളി സംഭവങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ കടിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഈ ഒരു ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു മസാലയിൽ തന്നെ നമുക്ക് ഈ ഒരു ചെമ്മീൻ വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഏകദേശം നമ്മുടെ റോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ മല്ലിയില, കറിവേപ്പില ജസ്റ്റ് ഒന്നിങ്ങനെ ആഡ് ചെയ്ത്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു മണം, സ്മെല്ലും കുറച്ച് എരിവും അതൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മളധികം ചെമ്മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ ഫ്രൈ ചെയ്യും, കുറേ റോസ്റ്റ് ആക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. കാരണം ഇവിടെ ചെമ്മീൻ വാങ്ങിയ അന്ന് എല്ലാവരും നല്ല പോലെ ഫുഡ് കഴിക്കും. പിന്നെ ചെമ്മീൻ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഏത് വെക്കാൻ അറിയാത്തവർ വെച്ച് കഴിഞ്ഞാലും ചെമ്മീൻ എങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ആ ഒരു മീൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നമുക്ക് തോന്നും ഈ രീതിയിൽ വെച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളിത് ഏത് രീതിയിൽ വെച്ച് കഴിഞ്ഞാലും ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാണെങ്കിൽ അതെങ്ങനെ വെച്ച് കഴിഞ്ഞാലും കഴിക്കും. കാരണം അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെമ്മീൻ കറിയും റോസ്റ്റ് സെറ്റ് ആയപ്പോഴേക്ക് പിന്നെ എൻ്റെ ക്ഷമയൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് ഞാൻ കുറച്ച് പൊന്നരിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഈ ഒരു ചെമ്മീൻ റോസ്റ്റും എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. ഈ വക ഐറ്റംസ് ഒക്കെ വെന്ത് കഴിഞ്ഞാൽ കുഞ്ഞാക്കും കുട്ടികളൊന്നും വരാൻ ഞാൻ വെയിറ്റ് ചെയ്യാറില്ല കേട്ടോ. അതൊക്കെ ഞാൻ എപ്പോഴോ വയറ്റിലാക്കിയിട്ടുണ്ടാകും. കാരണം എനിക്ക് അത്രേ ക്ഷമയുള്ളൂ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു. അങ്ങനെ അതാ ഉച്ചക്കത്തെ ഫുഡ് അടിപൊളിയായി ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി ഇങ്ങനെ ഞാൻ ചോറുണ്ടിട്ട്, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.